ചങ്ങായിമാരെ നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലോ എന്ന് എനിക്കറിയില്ല. നമ്മളെ പ്രധാനജിയോട് ചോദ്യങ്ങൾ ചോദിച്ച നോർവേയിലെ വനിതാ ജേർണലിസ്റ്റിലെ അവരുടെ അക്കൗണ്ട് ഉണ്ടല്ല മെറ്റ പൂട്ടി എന്ന് പറഞ്ഞതിനും കേട്ട് നല്ലത് മെറ്റേനെ കൊണ്ട് നമ്മളെ സംഖ്യയിലുണ്ടല്ല റിപ്പോർട്ട് അടിച്ച് അതങ്ങ് പൂട്ടിച്ച്. കാരണം ഉണ്ടല്ല അതൊരു വനിതാ മാധ്യമ പ്രവർത്തകയാണെന്ന് പോലും നോക്കാതെ നമ്മളെ സംഖ്യയിലുണ്ടല്ല അവരുടെ അക്കൗണ്ട് കയറ്റി എമ്മാതിരി തെറിവിളിയാണ് മോനെ, അമ്മാതിരി തെറിവിളി. ആ തെറി എങ്ങാനുണ്ടല്ല നോർവേയിലെ ആൾക്കാരുണ്ടല്ല കേട്ടിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അന്തം വിട്ടുപോകും. ഇമ്മാതിരി തെറിയലും ലോകത്തുണ്ടോ എന്ന് അവർ തന്നെ ചിന്തിച്ചു പോകും. കാരണം അമ്മാതിരി തെറിയാണ് നമ്മൾ ഇന്ത്യയിലെ സംഖ്യകൾ അതിന്റെ അകത്ത് പോയിടുന്നത്. ഇന്ത്യയിലെ സംഖ്യകൾ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സംഖ്യകൾ തെറി വിളിക്കുന്ന കാര്യത്തിൽ നമ്മളെ കേരളത്തിലെ സംഖ്യകളെ തോപ്പിക്കാൻ വേണ്ടിട്ട് ലോക രാജ്യത്ത് വേറെ ആഹാരം കൊണ്ടും കഴിയില്ല. അക്കാരുണ്ടല്ല എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അമ്മാതിരി കവിതകളാണ് സംഖ്യയിലുണ്ടല്ല തെറിയായിട്ട് ഇടുന്നത്. പക്ഷെ എന്നാലും നമ്മളെ പ്രധാനജിയോട് ഒരു ചോദ്യം ചോദിച്ചപ്പോ പ്രധാനജിക്ക് ഉത്തരം പറയാൻ കഴിയാത്തതിന് ആ ചോദ്യം ചോദിച്ച ഒരു വനിതാ ജേർണലിസ്റ്റിന്റെ അക്കൗണ്ട് പോയിട്ട് ഇമാതിരി തെറിയിടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കട്ടെ. നമ്മളെ രാജ്യത്തെ കുറ്റം പറയുകയല്ലേ എല്ലാ രാജ്യക്കാരും ചെയ്യുക. ഞാനൊരു കാര്യം പറ്റേ നമ്മളെ നാട്ടിലെ സംഖ്യക്കുണ്ടല്ല നമ്മളെ രാജ്യം എങ്ങനെ അപമാനിക്കപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അവരുടെ പ്രധാനജിയോടോ അവരുടെ നേതാക്കന്മാരോടോ ആഹാരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഏത് ചോദ്യങ്ങൾ അത് ചോദിക്കാൻ പാടില്ല. എന്താണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പിലെ അതിന്റെ ഒരു മനോഹരമായ വാർത്ത കേട്ടിട്ട് വന്നാലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദ്യം ചോദിച്ച നോർവേ മാധ്യമ പ്രവർത്തകയുടെ മെറ്റ അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് ലഭിച്ച സമ്മാനമെന്ന് ഹെല്ലെ ലിങ്ക് പ്രതികരിച്ചു. ഹെല്ലയുടെ ചോദ്യവും മോദി അവഗണിച്ചു പോകുന്നതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, ഈ ഹെല്ലയുടെ ചോദ്യം അതിൽ നിന്ന് ഇറങ്ങിയോടി മോദി എന്നുള്ളതാണ് പ്രതിപക്ഷമടക്കം ആരോപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ചോദ്യത്തിന് പിന്നാലെ സംഘപരിവാർ വലിയ ആക്രമണം ഹെല്ലയ്ക്കെതിരെ നടത്തിയിരുന്നു. അതിനൊക്കെ പിന്നാലെ ഇതാ മെറ്റയും ഹെല്ലയുടെ അക്കൌണ്ടുകളൊക്കെ റദ്ദാക്കിയിരിക്കുകയാണോ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതുതന്നെയാണ് ഹെല്ലയും ചോദിക്കുന്നത്. എങ്ങനെയാണ് തന്റെ മെറ്റ അക്കൗണ്ടുകൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ബ്ലോക്ക് ചെയ്യപ്പെട്ടത് എന്ന ചോദ്യമാണ് ഹെല്ല ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ. പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നതിനിടെയാണ് നോർവേ പ്രധാനമന്ത്രിക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും സംയുക്ത പ്രസ്താവനയുടെ സമയം അത് കഴിഞ്ഞ് ചില ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ഹെല്ല ചോദിക്കുകയും ആ സമയം പ്രധാനമന്ത്രി അതൊന്നും പരിഗണിക്കാതെ മുന്നോട്ട് നീങ്ങുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങൾ ഹെല്ല തന്നെ തന്റെ എക്സ് അക്കൗണ്ടിലും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും പങ്കുവച്ചിരുന്നു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹെല്ലയുടെ അക്കൗണ്ടുകൾ ഹെല്ല ലിങ്കിന്റെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു, ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്ന് ഹെല്ല തന്നെ അറിയിക്കുന്നത്. ഇത് പക്ഷെ ഒരു കാര്യം ഹെല്ല ചേച്ചി, നിങ്ങളെ അക്കൗണ്ട് ഉണ്ടല്ല മെറ്റ പൂട്ടിച്ചത് നന്നായി കേട്ടാ. എല്ലാം ഇടില്ല സംഖ്യകൾ വന്നിട്ട് ബാക്കിയുള്ള സംഖ്യകളും കൂടി വന്നിട്ട് നിങ്ങളെ അക്കൗണ്ടിൽ വന്ന് നിങ്ങളെ വിളിക്കുന്നത് തെറിയിട്ടില്ല. ആ തെറി കേട്ടാച്ചിട്ടില്ല നിങ്ങൾ ശരിക്കൊണ്ടില്ല ദാരുണമായി മരണപ്പെട്ടു പോകും. അല്ലാതെ പെറ്റമ്മമാർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ലോകത്തുള്ള ഏതൊക്കെ പെറ്റമ്മമാരുണ്ടോ അവർക്കൊക്കെ സഹിക്കാൻ പറ്റാത്ത അത്രയും വലിയ തെറിയാണ് സംഖ്യകളൊന്ന് വിളിക്കുക. ഇപ്പോഴൊന്നും കണ്ടല്ല നിങ്ങളെ ജീവനുണ്ടല്ല, ജീവനെങ്കിലും ബാക്കി കിട്ടിയല്ല നമുക്കുണ്ടല്ല വേറൊരു അക്കൗണ്ട് പിന്നെ തുടങ്ങാം. ജീവൻ കിട്ടിയത് തന്നെ നിങ്ങളെ ഭാഗ്യോ. അതായത് സംഖ്യകൾ വിളിക്കുന്ന തെറിയാട്ടാണല്ല, തെറിയില്ലേ തെറി പോലും നാണം കിട്ടും. അമ്മാതിരി ടീമാ നമ്മളെ സംഖ്യകൾ. ഇനി ഹെല്ല ചേച്ചി നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ട് തിരിച്ചിട്ടണമെങ്കിൽ എന്താ വേണ്ടെന്നറിയാം. സംഘി നേതാക്കന്മാരുടെ ആരുണ്ടല്ല നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനേ പാടില്ല. പിന്നെ സംഘികൾ ചെയ്യുന്ന കാര്യമുണ്ടല്ല അത് സൂപ്പർ ആണെന്ന് നിങ്ങളുണ്ടല്ല ഒരു പുതിയ അക്കൗണ്ട് ഇട്ടിട്ട് അങ്ങ് പറഞ്ഞാട്ടെ. നിങ്ങളെ അക്കൗണ്ടിൽ വന്നിട്ട് സംഖ്യ ഉണ്ടല്ല നിങ്ങൾക്ക് ലൈക്കും കമന്റും ഉണ്ടല്ല വാരിക്കോരി തരും. അതായത് പച്ച കള്ളം പറഞ്ഞാല് സംഖ്യ ഉണ്ടാ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കും. അല്ലാതെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവരോട് എതിർക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ട് ഉണ്ടല്ല ആ അക്കൗണ്ടൊന്നും ഇനി അധികം മുന്നോട്ട് പോകില്ല. എന്തിന് എന്റെ അക്കൗണ്ട് ഉണ്ടല്ല ഈ അക്കൗണ്ട് ഉണ്ടല്ല എത്ര കാലം മുന്നോട്ട് പോകുന്നു പടച്ചോനോ അറിയാം. പിന്നീടുള്ള യൂട്യൂബിന്റെ മുതലാളിമാർക്ക് മാത്രം അറിയാം, വേറെ ആർക്കും അറിയില്ല. ഇനി ഇതിന്റെ വേറെ രസം എന്ന് അറിയാം. നമ്മളെ പ്രധാനമന്ത്രി പിണങ്ങി പേടിക്കണ്ടല്ല. നമ്മളെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥ മന്ത്രി പത്രക്കാരോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നല്ല മൂപ്പർ ഉത്തരം പറഞ്ഞത്. മൂപ്പറുണ്ടല്ല വേറെ എന്തൊക്കെയോ ഉത്തരം പറഞ്ഞു. ആ സംഭവം ഉണ്ടല്ല നമ്മുടെ നാട്ടിലെ സംഖ്യ ഉണ്ടല്ല വളരെ എന്തോ വലിയ സംഭവം പറഞ്ഞ് അടിച്ചിറക്കുന്നുണ്ട്. ആ സംഖ്യക്ക് വിവരം പോകില്ലാന്ന് ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് നമ്മളെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ എന്താണ് ഉത്തരം പറഞ്ഞെന്നറിയാം. നമ്മൾക്ക് ഗാന്ധിജി ഉണ്ട്, നമ്മൾക്ക് നെഹ്റു ഉണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം എന്നാണ് ആ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. നിങ്ങൾക്ക് സംഭവത്തിന്റെ ഗുട്ടൻസ് എന്തൊക്കെ മനസ്സിലായ? സംഘികൾ ഇതുവരെ അംഗീകരിക്കാത്ത രണ്ടാൾക്കാരുടെ പേര് പറഞ്ഞിട്ടാണ് നോർവേ പോയിട്ട് നമ്മളെ സംഖ്യയിലുണ്ടല്ല രക്ഷപ്പെട്ടു പോയത്. എന്നിട്ട് ആ ചങ്ങായി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ല ഇംഗ്ലീഷ് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത സംഖ്യയിലുണ്ടല്ല ആ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്ത് നടക്കിയെന്ന്. അതായത് അവർ തന്നെ തള്ളി പറഞ്ഞ ആൾക്കാരുടെ പേര് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടെന്നുള്ള കാര്യം ഇതുവരെ സംഖ്യക്ക് മനസ്സിലായിട്ടില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്. ലോകത്തുണ്ടല്ല ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യമുള്ള നോർവേയിലെ ഒരു വനിതാ ജേർണലിസ്റ്റിന്റെ അക്കൗണ്ടാണ് സംഖ്യകളൊക്കെ കൂടി പൂട്ടിച്ചത്. അതുകൊണ്ട് ഇനി വിദേശത്തുള്ള ആൾക്കാർക്കുണ്ടല്ല നമ്മളെ നാട്ടിലെ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടല്ല അത് അത്രമാത്രം വലുതാണ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കുണ്ടല്ല ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ ഹീറോ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അത് കണ്ടാലുണ്ടല്ലോ നിങ്ങൾ ചിരിച്ച് പണ്ടടങ്ങും. ഒന്ന് കണ്ടിട്ട് വരാം. Prime Minister Modi brought us a gift, a very, very good toffee. Melody.
നമ്മളെ പ്രധാന ചെയ്യണ്ടല്ല ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്ക് മെലഡിന്റെ മുട്ടായി ഉണ്ടല്ല, ആ മുട്ടായി കൊടുത്തിട്ട് റീൽസ് ചെയ്ത് ആസ്വദിക്കുന്ന അവിടെ സംഘികളൊക്കെ കൂടിയിട്ട് ഒരു വനിതാ ജേർണലിസ്റ്റിന്റെ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് ലോക രാജ്യങ്ങളുടെ മുന്നിൽ നമ്മളെ നാണം കെട്ട് നിൽക്കുമ്പോണ്ടല്ല നമ്മളെ ജീണ്ടല്ല നമ്മളെ നാട്ടിലെ പെട്രോളിന്റെ ഡീസലിന്റെ വില ഓരോ ദിവസം കൂടുമ്പോ ഇങ്ങനെ കൂട്ടിച്ചിട്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്ക് മെലഡി മുട്ടായും കൊടുത്തിട്ട് മെലഡി കമ്പനിക്ക് ഒരു പരസ്യം കൊടുത്തിട്ട് ആടിങ്ങനെ ആസ്വദിച്ച് റീൽസ് ചെയ്യുന്നു നമ്മളെ എന്നിട്ട് അതൊക്കെ പോട്ടെ നമ്മളെ നാട്ടിലെ സംഖ്യ ഉണ്ടല്ല ഇതൊക്കെ ഉണ്ടല്ല എന്തോ ഒരു വലിയ സംഭവമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. അതാ ഏറ്റവും വലിയ സങ്കടം. ഇനി അതൊക്കെ പോട്ടെ, അതിന്റെ ഇടയ്ക്ക് നമ്മളെ വിസർജനം ഉണ്ടല്ല, നമ്മളെ പ്രധാന ജീനിയും നമ്മളെ സംഖ്യകളൊക്കെ ഉണ്ടല്ല, ആരും അറിയാതെ മനോഹരമായി വെളുപ്പിക്കുന്ന ഒരു മനോഹരമായ വീഡിയോ കണ്ടാലോ. പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ ലോകത്ത് ഇന്ധന വില വർധനവ് അതിരൂക്ഷമാണ്. ഭാരതത്തിന്റെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിൽ ഇന്ധന വിലയിൽ കനത്ത വർധനമാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ വില വർധനവിൽ നട്ടം തിരിയുകയാണ്. അതേസമയം നമ്മുടെ ഭാരതത്തിൽ 2022 ശേഷമാകെ 3% വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ലോകമെമ്പാടും ഇന്ധനവില കുത്തനെ ഉയർന്നപ്പോൾ ഇന്ത്യയിൽ മാത്രം അത് പൊതുജനത്തെ ഇതുവരെയും കാര്യമായി ബാധിച്ചിട്ടില്ല. പല രാജ്യങ്ങളിലും പെട്രോൾ ഡീസൽ വില 20% മുതൽ 100% വരെ ഉയർന്നപ്പോൾ ഇന്ത്യയിൽ വർധനവ് പെട്രോളിനും ഡീസലിനും 3% മാത്രമായി നിയന്ത്രിക്കപ്പെട്ടു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നതും ആഗോള വിപണികൾ അസ്ഥിരമായ സാഹചര്യത്തിലും പൊതുജനങ്ങൾക്ക് വിലക്കയറ്റവും സാമ്പത്തിക സമ്മർദ്ദവും കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ആഴ്ചകളോളം വലിയ നഷ്ടം സഹിച്ചു. നമ്മൾ വിസർജനം പറഞ്ഞ ഏറ്റവും വലിയ കോമഡി കേട്ടില്ലേ, നമ്മളെ എണ്ണ കമ്പനികളുണ്ടല്ല ഇത്രയും കാലം നഷ്ടം സഹിച്ചു പോലും. എന്റെ വിസർജനമേ, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മളെ രാജ്യത്തുണ്ടല്ല ലാഭം എന്ന് പറയാമെങ്കില കൊള്ള ലാഭം ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ എണ്ണ കമ്പനികളുണ്ടല്ല അവരും, പിന്നെ നമ്മളെ സംഖ്യയുടെ ഒക്കെ എല്ലാമായ അദാനിജിയാണ് നമ്മളെ നാട്ടിലുണ്ടല്ല നമ്മളെ രാജ്യത്ത് ഏറ്റവും വലിയ കൊള്ള ലാഭം ഉണ്ടാക്കിയത്. എന്നിട്ട് വിസർജനം വന്നിട്ട് നാണുമാനോ ഉപ്പില്ലാതെ പറയുന്നത് എണ്ണ കമ്പനികൾ ഇത്രയും കാലം നഷ്ടം സഹിക്കുമായിരുന്നു. എന്നിട്ട് പോലും നമ്മളെ മൂത്തച്ചിയിട്ടില്ല ഇന്ധന കമ്പനികൾക്കുണ്ടല്ല 10 രൂപയുടെ നികുതി ഇളവുണ്ടല്ല ഇതിന്റെ ഇടക്കാണ് കൊടുത്തത്. എന്റെ വിസർജനമേ, സാധാരണക്കാരനുണ്ടല്ല ഒരു ഉണ്ടംപരിയും കൊടുത്തില്ല. സാധാരണക്കാരനുണ്ടല്ല ഓരോ ദിവസം കഴിയുന്നതിനാ ഇങ്ങനെ റേറ്റ് കൂട്ടി നല്ല പണി കൊടുക്കുകയാണ് നിങ്ങളെ മൂത്തജിയും നിങ്ങളെ സംഖ്യകളും കൂടിയിട്ട്. പിന്നെ വിസർജനം എന്താ പറഞ്ഞത്, 2022 ശേഷം 3% മാത്രമേ ഇന്ധനത്തിന് വില കൂടിയിട്ടുള്ളൂ എന്നോ. എന്റെ വിസർജനമേ, അതിനു മുന്നേ ഉണ്ടല്ല 50 കൊല്ലം കഴിഞ്ഞാൽ വർദ്ധിക്കേണ്ട വിലയുണ്ടല്ല ആ വില വരെ നിങ്ങളെ സംഖ്യ ഉണ്ടല്ല ഇവിടെ വർദ്ധിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ടാ ഉള്ളത്. പിന്നെ വേറെ ഡയലോഗും കൂടി പറഞ്ഞു, ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ വിസർജനമേ, അവിടെ എത്ര കൂടിയാലുണ്ടല്ല ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ എണ്ണയുടെ വിലയില്ലേ അതിലും താന്നു തന്നെയാണ് കിടക്കുന്നത്. അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും നമ്മൾ വിസർജനത്തില്ല അല്ലെ. ഒരു വിവരവും ബോധമില്ലാതെ ഇങ്ങനെ വന്നിട്ട് പച്ചക്കള്ളം സംഘികളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ പച്ചക്കള്ള അടിച്ചങ്ങ് വിട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടോ, നിന്നെ പോലെ പച്ചക്കള്ള അടിച്ചുവിടുന്ന മാധ്യമപ്രവർത്തകരുടെ അക്കൗണ്ട് ഉണ്ടല്ല അതാണ് ശരിക്കട്ടില്ല മെറ്റ പൂട്ടിക്കേണ്ടത്. പക്ഷെ എന്താ ചെയ്യാ, മെറ്റ എന്താ ചെയ്യുന്നതില് ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയില്ലാത്ത സത്യങ്ങൾ വരുന്ന ആൾക്കാരല്ലേ അവരുടെ അക്കൗണ്ടുകളാണ് ദൗർഭാഗ്യവശാൽ മെറ്റ പൂട്ടിക്കുന്നത്. അങ്ങനെ പൂട്ടിക്കാൻ വേണ്ടി നമ്മളെ സംഖ്യയിലുണ്ടല്ലോ അഹോരാത്രം തെറിവിളിയും റിപ്പോർട്ട് അടി നടത്തിയിട്ട് നമ്മളെ നാടിന്റെ പേരാണ് ഇങ്ങനെ നാണം കെടുത്തത്. അതുപോലും സംഖ്യക്ക് ഇതുവരെ മനസ്സിലായില്ല. പിന്നെ സംഖ്യക്ക് നമ്മളെ നാടിന്റെ പേര് പോകുന്നതിനോ നമ്മളെ നാട് നാണം കെടുന്നതിനോ ഒരു പ്രശ്നമില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തായാലും എന്റെ ഈ അക്കൗണ്ടിൽ അത്ര കാലം ചോദ്യങ്ങൾ ചോദിക്കാൻ ബാക്കിയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടച്ചോനും യൂട്യൂബിന്റെ മുതലാളിക്കും മാത്രമേ അറിയോ. എന്നാലും അതുവരെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.